പാകിസ്ഥാനിൽ നിന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നു. 2 ദിവസമായി അവിടെ കനത്ത ഫ്ലഡാണ്, അതായത് കനത്ത വെള്ളപ്പൊക്കമാണ് എന്നുള്ളതാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊരു സാധാരണ ഫ്ലഡാണെന്ന്, എന്നാൽ അങ്ങനെയല്ല ഇത് നമുക്കിപ്പോൾ കാണേണ്ടത്. കാരണം ഈ ഫ്ലഡിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം, അതായത് പിടിച്ചാൽ കിട്ടാത്തത്രയും നാശനഷ്ടം പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 300-ലധികം ജനങ്ങളാണ് ഈ വെള്ളപ്പൊക്കത്തിൽ മരണമടഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ ഇത് കാര്യമായ ഈ ഫ്ലഡ് കാര്യമായി പ്രതിരോധിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. മൺസൂൺ കാലത്ത് വിനാശകരമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 142 കുട്ടികൾ ഉൾപ്പെടെ 325 പേരാണ് ഇതിൽ മരിച്ചത്. പ്രധാനമായും ഖൈബർ പഖ്തൂൺഖോയിലാണ് ഇത് സംഭവിച്ചത്. പാകിസ്ഥാന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMA അവരുടെ റിപ്പോർട്ട് പ്രകാരം പേമാരിയിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ എന്നിവ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളെയാണ് ഭൂരിഭാഗവും ബാധിച്ചിരിക്കുന്നത്, അവിടെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത്. വിവിധ ജില്ലകളിലായി ഉണ്ടായ കനത്ത മഴയിൽ വെള്ളപ്പൊക്കമുണ്ടായി. വെള്ളപ്പൊക്കത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. പാക് അധിനിവേശ കശ്മീരിലെ കാരക്കോറം ഹൈവേ, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ ബാൾട്ടിസ്ഥാൻ ഹൈവേ എന്നിവ ഉൾപ്പെടെ പ്രധാന പാതകൾ തടസ്സപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടുകൂടി പാകിസ്ഥാൻ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സോഷ്യൽ മീഡിയയിൽ അടക്കമുണ്ടായിരിക്കുന്ന ചർച്ചകളിൽ, പാകിസ്ഥാൻ ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന ചർച്ചകളിൽ ഈ വെള്ളപ്പൊക്കത്തിന് കാരണം ഇന്ത്യയാണ് എന്നാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യ ഈ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത്? കാരണം ഇൻഡസ് വാലി ട്രീറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റി, സിന്ധു നദീജല കരാർ നിർത്തലാക്കിയപ്പോൾ ഇന്ത്യ അതിൻ്റെ കൂടെ ഈ ക്ലൈമറ്റിൻ്റെ ഡാറ്റ, അതായത് ഈ കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ അതിൻ്റെ പ്രധാനപ്പെട്ട ഡാറ്റകൾ പാകിസ്ഥാന് കൈമാറുന്നത് നിർത്തിയിരുന്നു. ഇത് നിർത്തിക്കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം പാകിസ്ഥാനിൽ എപ്പോൾ മഴ പെയ്യും, എപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നിങ്ങനെയുള്ളതെല്ലാം ഇന്ത്യ കൃത്യമായി നിരീക്ഷിച്ച് ഇൻഡസ് വാലി ട്രീറ്റിയിലൂടെ പാകിസ്ഥാന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ ട്രീറ്റ് തന്നെ നിർത്തലാക്കി. അതോടുകൂടി ഈ ഡാറ്റയും കൈമാറുന്നത് നിർത്തലാക്കി. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നതെന്നാണ് പാകിസ്ഥാൻ ട്വിറ്റർ ഹാൻഡിലുകളടക്കം ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരോപിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിന് ഇത് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വലിയ രോഷമാണ് ആ സർക്കാരിനെതിരെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റാരെങ്കിലും തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ത്യക്കെതിരെ നടത്തുന്നത് എന്നാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം. ഇന്ത്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.